പാലക്കാട് തത്തമംഗലത്തെ GBUP സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ സ്ഥാപിച്ച പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം തന്നെ തകർത്തിരിക്കുന്നു. അധ്യാപകരാണ് ഇത് തകർത്ത നിലയിൽ കണ്ടത്. അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, പാലക്കാട് ഇത്തരം ചില വർഗീയ ശക്തികൾ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിയും അത് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേക ടീമിനെ നിയോഗിക്കും എന്നാണ്. അഭിജിത്ത് ഇപ്പോൾ ആ സ്കൂളിൽ നിൽക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വിശദാംശങ്ങൾ. ഷമി, പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിലാണ് പുൽക്കൂട് തകർത്ത സംഭവം ഉണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി വെച്ച പുൽക്കൂടാണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരെത്തി തകർത്തിരിക്കുന്നത്. ഇവിടെ പ്രധാനമായി പറയാനുള്ളത് പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി, സ്ഥല MLA കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം ഒരു പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം നടത്തും എന്നാണ് പറഞ്ഞത്. ഇതിനെ പറയാനുള്ള കാര്യം എന്താ പറഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് പറയാനുള്ളത് ഒരു ഓല മടല് വെട്ടിയിട്ടാണ് പുൽക്കൂടും കാര്യങ്ങളും തകർത്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പ്രധാന അധ്യാപകരും ഒക്കെ പറയുന്നത്. ഷമി, അഭിജിത്ത്, ഇത് ഈ സ്കൂൾ അടയ്ക്കുന്നതിനു മുമ്പ് ഈ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഈ പുൽക്കൂടുമൊക്കെ സ്ഥാപിച്ചതായിരിക്കുമല്ലോ. ഇപ്പോൾ സ്കൂള് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരും അവിടുത്തെ നാട്ടുകാരുമൊക്കെ പറയുന്നത്? അധ്യാപകർക്കും കാര്യമായിട്ട് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇവരും ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഇവിടെ പരിശോധിക്കാനാണെങ്കിൽ ഈ സ്കൂളിലേക്ക് CCTV പോലുള്ള മറ്റ് സൗകര്യങ്ങളില്ല. പോലീസ് മറ്റു കടകളിൽ നിന്നും നോക്കി വേണം ഇനി ആര് എന്താണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ. ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നാണ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷമി, അഭിജിത്ത്, ഈ പാലക്കാടാണല്ലോ ഈ ഒരു വർഗീയ ശക്തികൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ വളരെ കൃത്യമായി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 2 സ്കൂളുകളിലായി. സ്കൂളുകളിൽ ഈ തരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ആൾക്കാരുടെ ഇടയിൽ ഒരു ഭീതി കൂടി, സ്കൂളുകളുടെ ഇടയിൽ ഇത്തരത്തിൽ ഇനി മുതൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നൊരു സന്ദേശം നൽകുകയാണോ ഇവരുടെ ലക്ഷ്യം? ഈ സംഭവം എന്തായാലും ആരാണ് എന്താണ് എന്ന് തെളിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നല്ലേപ്പള്ളി സ്കൂളിലുണ്ടായത് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരാണ് ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് ആര് ചെയ്തു പറയാൻ പറ്റുള്ളൂ. അന്വേഷണം നടക്കുന്നതിന് അനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള സ്ഥിരീകരണം ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. സമീ, തീർച്ചയായും അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ 2 ദിവസം മുമ്പ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് VHPയുടെ ചില നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ അവിടെ എത്തിയ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തത്തമംഗലം സ്കൂളിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി അവിടെ സ്ഥാപിച്ചിരുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഏതോ സാമൂഹിക വിരുദ്ധർ തകർത്തിരിക്കുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി ആ സ്കൂളിൽ എത്തി. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി നിയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.